എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ഞാൻ ഇവിടെ 3 മണിക്ക് എത്തിയതാണ്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് ഇവിടെ റെസ്റ്റ് എടുത്തു. ഇപ്പൊ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. പൊള്ളുന്ന വെയിലാ. ഞാനിനി ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് ചേറ്റുമൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ബെലീസ് ബോർഡറിലേക്കാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിലേക്ക് എനിക്ക് ഇങ്ങോട്ടാ പോണ്ട്. അങ്ങോട്ട് പോകാൻ ഇഷ്ടംപോലെ ട്രക്കാ. ഞാൻ മിനിഞ്ഞാന്ന് കുളിച്ചതാണ് കേട്ടോ. ഇന്നലെ ഒരു ദിവസമാണ് ആകെ കുളിക്കാതിരുന്നത്. പക്ഷെ ചൂട് കാരണം കുറേ ദിവസമായിട്ട് കുളിക്കാത്തൊരു ഫീലാണ്. കേരളത്തിലിപ്പോൾ ഒരു ദിവസം കുളിക്കാതിരുന്നത് എങ്ങനെയാ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇവിടെയും എനിക്ക് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആള് അധികം ദൂരം പോകുന്നില്ല, കുറച്ച് ദൂരമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ വണ്ടിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ ഒരു 1 hour ആയിട്ട് ഞാനിവിടെ വെയിലത്ത് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നേ ഇല്ല. ബസ് ആകെ ഒരു ബസ് എത്ര നേരം കൊണ്ട് പോയി, അതിന് കൈ കാണിച്ച് നിർത്തിയില്ല. സ്ഥലം ഉണ്ടാവില്ല, സ്ഥലം ഇല്ലെങ്കിൽ ബസ് നിർത്തൂല. കുറേ നേരമായിട്ട് ഞാൻ ലിഫ്റ്റ് അടിക്കാം കേട്ടോ. എന്താണെന്നറിയില്ല, ഒരാൾ നിർത്തുന്നില്ല. ഇവിടെ ഇനി വല്ല ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണോ അറിയില്ല. ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവർ നിർത്തൂല. എല്ലാ വണ്ടിക്കും ഞാൻ മാറി മാറി കൈ കാണിക്കുന്നുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇപ്പൊ 38 ഡിഗ്രി ചൂട്. സമയം എത്ര അറിയാം? 8 മണി. 8 മണിക്കാണ് കേട്ടോ ഈ ചൂട്. ഞാൻ 7 മണിക്ക് തുടങ്ങിയത്. 7 മണിക്കല്ല, 6:30 ആയപ്പോൾ ഞാൻ തുടങ്ങിയത്. എന്താ പ്രശ്നം? ഒരാൾ നിർത്തണല്ലോ. ഇപ്പൊ സമയം ഉച്ച സമയമാണെങ്കിൽ അപ്പൊ ഞാൻ ചത്തുപോയിട്ടുണ്ടാവല്ലോ, അത്രയും ചൂടാ. രാവിലെ 6:30 മുതൽ ഇത്ര ചൂടാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രിയും ചൂടായിരുന്നു. എനിക്ക് കുളിക്കാൻ തോന്നുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ മുഖമൊക്കെ നോക്ക് നിങ്ങള്. സീന് ഇങ്ങനെ അവസ്ഥയിലുള്ളത്. കുറേ നേരം ലിഫ്റ്റ് അടിച്ചിട്ട് എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നില്ല. ഞാനങ്ങനെ തളർന്ന്. അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ട് കുറച്ച് നേരം നടന്നപ്പോൾ ഞാനിവിടെ കിടക്കുക കേട്ടോ. എനിക്ക് മിണ്ടാൻ വയ്യ. ഞാനത് തളർന്നു പോയി. എന്തറിയില്ല, ഭയങ്കര ചൂടായിട്ടാന്ന് തോന്നുന്നു. ഞാനങ്ങനെ ഉറക്കവും ഇല്ലാണ്ട് കുളിച്ചിട്ടുമില്ല, ഉറങ്ങിയിട്ടില്ല. ചൂടായതുകൊണ്ട് കുളിക്കാനെന്ന് തോന്നുന്നു. ഉറക്കമില്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ആ വണ്ടിയിൽ ആ ചെക്കനെ ഓടിക്കാൻ ഇങ്ങനെ ചാടിച്ച് സീനാക്കി ഓടിച്ച് സ്പീഡായി ഓടിക്കുന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റാഞ്ഞ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവും. ഒരു 3 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരുന്നത് നല്ലതായിരുന്നു. മിണ്ടാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. ഞാനിവിടെ കിടക്കുമ്പോൾ എന്തോ ഒരു സമാധാനം. ഇവിടെ തണലും ചെറിയ കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. വണ്ടി കുറച്ച് നേരം കഴിഞ്ഞിട്ട് തന്നെ ലിഫ്റ്റ് അടിക്കാം. കുറച്ച് നേരം ഒന്ന് ഞാനിവിടെ ഇങ്ങനെ കിടക്കട്ടെ, കണ്ണടച്ച് കിടക്കട്ടെ. ഉറങ്ങിപ്പോയ സാധനമൊന്നും ഉണ്ടാവില്ല. ബാഗൊക്കെ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരമായി ഞാനിവിടെ നിൽക്കുന്നു കേട്ടോ. എനിക്ക് ലിഫ്റ്റൊന്നും കിട്ടുന്നില്ല. എനിക്ക് വയ്യാണ്ടായി. ചൂടൊക്കെ എടുത്തിട്ട് തന്നെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. എനിക്ക് വയ്യ. അയ്യോ, ഒരു ലിഫ്റ്റ് കിട്ടുന്നില്ല. ബസ് കിട്ടണ്ടേ, ലിഫ്റ്റ് നടന്നില്ല. പൈസ കൊടുത്ത് ബസ്സിൽ പോകാൻ ബസ് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കുന്നു, കുറേ നേരം നിൽക്കുന്നു. ഇപ്പോൾ വന്നിരുന്നത് നിന്ന് നിന്ന് തളർന്നു പോയി. ഞാൻ അവിടെ ഇലക്ട്രോലൈറ്റ് പോയി മേടിക്കാന്ന് വെച്ചിട്ട് ഇലക്ട്രോലൈറ്റ് പോലും ഇല്ല അവിടെ. ഒടുക്കത്തെ ചൂടാ. വയ്യാണ്ടായി, ഉറങ്ങിയിട്ടില്ല. എന്നെ കണ്ണൊക്കെ നോക്ക്. ഒരു വണ്ടി കിട്ടില്ല, കണ്ണുപോലെ കാണാൻ പറ്റില്ല. തളർന്നില്ലാണ്ടായി പോയി. ഒടുക്കത്തെ ചൂടാ, സഹിക്കാൻ പറ്റാനുള്ള, താങ്ങാൻ പറ്റാനുള്ള, മിണ്ടാൻ പറ്റാനുള്ള. ഇവിടത്തെ ഉടുമ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉടുമ്പിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര വലുതാട്ടോ. ഒരെണ്ണമല്ല, 3-4 എണ്ണം ഉണ്ട്. കുറേ നേരം കൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഫോണിൽ അവർ ട്രാൻസ്ലേറ്റിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ബസ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട്. ഞാനിവിടെ ഇതൊരു ടമറിൻ്റെ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ഇവിടെ ഭയങ്കര ഫേമസാണ്. നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളി വെച്ചിട്ടുള്ള വെള്ളമാണ്. അത് ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ച് ഇവിടെ ഈ ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ. ആളിപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചു. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ കാറിൽ. മറ്റേ ആ കടയിലെ ആൾ വിളിച്ചു പറഞ്ഞിട്ട് ഈ ഒരു കാറിൽ വന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ച്. അപ്പോൾ പറഞ്ഞു ബസ്സിനെ പറ്റി അറിയുന്ന ആളാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു
ഇപ്പോൾ വരും. ഒരു 600 പെസോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ വരെ പോവാം. 600 പെസോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പൈസയായി. പക്ഷേ പൈസ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ചൂടെടുത്തിട്ട് ഞാൻ ചത്തുപോകും. ഇപ്പോൾ ബോട്ടിലെത്തിയാലും ചൂടായിരിക്കും, എന്നാലും അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലം കിട്ടുമല്ലോ. ഇത് ഉറക്കവും ഇല്ല ചൂടും രണ്ടും കൂടെ ആയപ്പോഴാണ് ഭയങ്കരമായിട്ട് തളർന്നു പോയത്. അപ്പോൾ ഞാൻ എന്തായാലും ബസ്സിൽ കടന്ന് നല്ലപോലെ ഒന്ന് ഉറങ്ങണം. അവിടെ എത്തണം. നേരെ ബോർഡറിലേക്ക് പോകുന്നത് ബസ്കലാർ എന്ന് പറയും, ചേറ്റുമൽ എന്നാണ് പറയുന്നത്. ചേറ്റുമൽ നിന്ന് പിന്നെ ബെലിസ് അങ്ങനെ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നേരെ ബോർഡറിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ആളിത് ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബസ് ഇതേ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തും. ആള് ബസ്സിൻ്റെ എന്തോ ആളാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് കാറൊക്കെ എടുത്ത് വന്നിട്ട് ബസ് ആക്കുന്നത്. അപ്പോൾ ഞാനിതാ പൈസ കൊടുത്തിട്ട് വേണം ഇപ്പോൾ കയറാൻ. ഓക്കെ, ഞാനിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് കേട്ടോ. ആക്ച്വലി ആ ആളില്ലേ, ഞാൻ കയറുന്ന സമയത്ത് ആൾക്ക് പൈസ കൊടുത്ത ആളെനിക്ക് ടിക്കറ്റ് തന്ന്. പക്ഷെ ബസ്സിൽ കയറാൻ നേരത്ത് ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത ആൾ പൈസ ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്, കമ്മീഷൻ പോലെ. അങ്ങനെ 200 ദിവസം എന്തോ കൊടുക്കുന്നത് കണ്ടു. അപ്പം എനിക്ക് ആകെ 400 ദിവസം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം എനിക്കൊന്ന് സമാധാനമായത്. ഞാൻ ബക്ലാറൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇനി തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ബെലിസിൻ്റെ ബോർഡർ. അപ്പോൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. ഞാൻ നോക്കട്ടെ എവിടെയാണ് സ്റ്റേ ചെയ്യാന്ന്. ഇപ്പോൾ സമയം ഇവിടെ 7:30 ആയിട്ടുണ്ട്, പക്ഷെ നല്ല വെളിച്ചമുണ്ട്. ബെലിസിൽ സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് വീണ്ടും 1 hour ചേഞ്ച് ആവും. അവിടെ ഇപ്പോൾ 6:30 ഇവിടെ 7:30. ഇവിടെ സ്കൈ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാനിവിടെ എൻ്റെ ഫോണ് കുത്തിയിട്ടേക്കാണ്. കുറച്ച് നേരം ഫോണ് ചാർജ് ആയിട്ട് വേണം പോകാൻ. ഇവിടെ ഭയങ്കര ചൂടാണ്. എൻ്റെ അമ്മോ, ഈ രാത്രി തന്നെ ചൂടാണല്ലോ. ഞാനിതാ രാത്രി 8 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ ആ ബോർഡർ സൈഡിലേക്ക് പോവാണ്. ഈ ഒരു വണ്ടിയിൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു കുറച്ച് ദൂരം പോകുന്നു. അപ്പോൾ ഞാൻ വേർക്കും കേട്ടോ. രാത്രി 8-8:15 ഇപ്പം ഞാൻ വേർത്തുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര എക്സ്ട്രീം ചൂടാണ്. എനിക്കാണെങ്കിൽ ചൂട് പറ്റുന്നുമില്ല. ഞാനാണെങ്കിൽ ബെലിസിൽ ചൂടില്ലാത്ത ഏരിയയിലേക്ക്, മൗണ്ടൻ ഏരിയയിലേക്കൊക്കെ പോകാൻ നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിത് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർ റൈറ്റിലേക്ക് പോകുന്നു, എനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ആളുടെ ഒരു ഫ്രണ്ട് ബെലിസിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആളായിട്ടൊക്കെ സംസാരിച്ചാണ്. ആക്ച്വലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് ബെലിസ്. അവിടെ എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയിൽ ആകെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരേ ഒരു രാജ്യം ബെലിസാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നെറ്റ്വർക്ക് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഈസി ആയിരിക്കും. ഇതിനാണ് എനിക്ക് ലിഫ്റ്റ് തന്നിട്ടായിരുന്നത്. ഈ ഒരു പുള്ളിക്കാരനും ഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇവിടുന്ന് എങ്ങനെ പോവാ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് പേടിയല്ല തോന്നുന്നത്, എനിക്ക് ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. എനിക്ക് ചേറ്റുമല്ലേക്കുള്ളൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നിയർ ബൈ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അതായത് ബെലിസ് ബോർഡറിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ടൗണാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ മെക്ഡിയിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് എവിടെ സ്റ്റേ ചെയ്യുമെന്ന് ആലോചിക്കണം. ഇത് ഈ ചേറ്റുമല അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ. ഇപ്പോൾ മെക്ഡി ആയാലും എല്ലാം ഇവിടെ ഉണ്ട്, സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. ഞാനിവിടെ എവിടെയാണ് സ്റ്റേ ചെയ്യാമെന്ന് നോക്കണം. ഞാനൊരു ബർഗർ കഴിച്ചു. എനിക്ക് ഫ്രൈസ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. കോക്കും ഞാൻ കുടിക്കാറില്ല, പക്ഷേ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ദാഹിച്ചപ്പോൾ ഞാൻ കോക്ക് കുടിച്ചു. ഞാനിപ്പം ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കണം. സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമൊക്കെ ഓരോരുത്തരോട് ചോദിച്ചു, പക്ഷേ കണ്ടില്ല. പിന്നെ ഞാൻ ഹോസ്റ്റലുണ്ടോ നോക്കി, അതും കണ്ടില്ല. ഞാൻ 11:30 ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ദൂരം നടന്ന് അപ്പോൾ ഈ ഒരു സ്പേസിൽ എനിക്ക് ഞാൻ ഇവരോട് ടെൻ്റ് അടിക്കാൻ ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ ടെൻ്റെ ഒരു പേര് ഞാൻ അടിക്കുന്നു എന്നുള്ളൂ. എന്തായാലും ഉറങ്ങാനൊന്നും പറ്റില്ല, ഭയങ്കര ചൂടാണ്. പുറത്ത് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ്. ഞാനിത് അവിടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, ഞാൻ ടെൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേർത്ത് ഭയങ്കര ചൂടാണ്. അവിടെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. ഒരിടത്ത് കുളിക്കാൻ എന്തെങ്കിലും സ്ഥലമോ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചോട്ടെ. കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരമെങ്കിലും ഒരു സമാധാനം കിട്ടിയെന്നെ. ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ടവൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ മറന്നു വെച്ചതുകൊണ്ട് ഇപ്പം ഞാൻ ടീഷർട്ട് വെച്ചിട്ടാണ് ഞാൻ തലയൊക്കെ തോർത്തിയത് കേട്ടോ. അത് ഇവിടെയാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ കുട്ടി ഫാനൊക്കെ ഉണ്ട്. ഞാനിത് മുന്നേ ഇന്തോനേഷ്യയിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ഈ ഒരു സ്പേസ്, ഇവിടെ എത്ര സ്പേസാണുള്ളത്. ഞാനപ്പോൾ ഇതിൽ ഇന്നിവിടെ കിടന്നുറങ്ങണം. അപ്പോൾ കുളി കഴിഞ്ഞുകൊണ്ട് കുറച്ചൊരു സമാധാനമുണ്ട്. ഉറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കുറച്ച് ടൈമെങ്കിലും ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിവിടെ കിടന്നിട്ടുണ്ട്. വേദന എടുക്കുന്നുണ്ട്. നിലമൊക്കെ ഭയങ്കര. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ ചൂടാവും. അത് തുറന്നിട്ടേക്കാം. കൊതുകൂടെ കടിച്ചു കഴിഞ്ഞാൽ ശുഭം. പിന്നെ ഇന്ന് ഉറങ്ങണ്ട.
ഇപ്പോൾ സമയം ഒരു 1 മണി ആയിട്ടുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. രാവിലെ ഞാൻ ബെലീസിലേക്ക് കയറാനായിരിക്കും പ്ലാന്. സോ ഞാൻ എന്തായാലും കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 6:30 ആയപ്പോൾ ഞാൻ വേർത്തിട്ടാണ് എണീച്ചത്. വേർപ്പ് എനിക്ക് കാണാൻ പറ്റണോ അറിയില്ല. ഞാൻ അങ്ങനെ വേർക്കുക, ഞാൻ അത്രേ വേർക്കുള്ളൂ. ഒരുപാട് വേർക്കുന്ന ടൈപ്പല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞ് കാണാമായിരുന്നു. ഞാനിത് അവിടെ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. സ്ലീപ്പ് ബാഗ് പാക്ക് ചെയ്തു. ബാഗ് പുറത്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ ഇനി എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ ഒരു മഴക്കാറ് പോലെ കാണുന്നുണ്ട്. ഒരുപാട് വെയിൽ കാണുന്നില്ല. അല്ലെങ്കിൽ വെയിൽ വരുന്ന ടൈം ആവണോ അറിയില്ല, ആവുന്നുള്ളൂ എന്നറിയില്ല. എന്തായാലും നല്ല ചൂടുണ്ട്. ഞാൻ വേർത്തിട്ടാണ് എണീച്ചത്. കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ ഒരുപാട് നേരമൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാനിതാ ടെൻറ്റ് മടക്കി വെച്ചാണ് കേട്ടോ. എൻ്റെ എല്ലാവിടെയും വേർത്ത് നോക്കി കണ്ടാ എത്ര ചൂടാന്ന്. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേർത്ത് കേട്ടാ. അയ്യോ, രാവിലെ 6:30 ആയപ്പോൾ തന്നെ തളർന്നു പോയി. ഒരു ടെൻറ്റ് മടക്കി വെച്ചപ്പോഴേക്കും ഫുൾ വേർത്ത്. എന്ത് ചൂടാന്നറിയോ? എനിക്കറിയില്ല ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യാം. എനിക്കാണെങ്കിൽ ബോഡിയിലൊക്കെ റാഷസ് വരും. ഫുൾ എൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്ന വേറെ രീതിയിലാണ്. ഞാനിനിപ്പോൾ ബെലീസിൽ കയറിയാലും മൗണ്ടെയിൻ ആയിട്ടുള്ള ഏരിയ നോക്കിയിട്ട് പിന്നെ അങ്ങനെ ഏതെങ്കിലും ഹൈലാൻഡുകൾ നോക്കേണ്ടി വരും. കാരണം ബെലീസും ഭയങ്കര ചൂടും ബീച്ചിനോട് സൈഡാണ്. എല്ലാം പാക്ക് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ചൂടായതുകൊണ്ട് ഞാൻ വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുവരെ വെയിൽ വന്നിട്ടില്ല, പക്ഷെ നല്ല ചൂടാണ്. സോ ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് ബെലീസ് ബോർഡറിലേക്കാണ് ക്രോസ് ചെയ്യാനുള്ളത്. ഞാൻ ഇവിടെ എൻ്റെ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ബെലീസ് ഡോളർ വേണം. അവിടെ എത്തിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണേക്കാട്ടിൽ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു മാളിൽ വന്നാണ്, പക്ഷെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഹായ്, ഹൗ ആർ യു? Hello. How are you? Good. Yeah, thank Nice you. to meet you. Yeah, Yes. nice to meet you too. Thank you so much. Okay, അപ്പോൾ പുള്ളിക്കാരൻ Welcome തന്നെ to Belize. താങ്ക് യു. ആള് ബെലീസിലാണ് ജീവിക്കുന്നത്, പക്ഷെ മെക്സിക്കോയിലെ ആളാണ്. അപ്പോൾ ഇംഗ്ലീഷും അറിയാം, സ്പാനിഷും അറിയാം. അപ്പോൾ ആള് ഓൾറെഡി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. 11 മണിക്കാണ് തുറക്കുള്ളൂ. ഇപ്പോൾ 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൾക്കും ക്യാഷ് വേണം, എനിക്കും ക്യാഷ് വേണം. അപ്പോൾ ഞാൻ എൻ്റെ പെസോ കൊടുത്തിട്ട് ആള് ബെലീസ് ഡോളർ എനിക്ക് തന്നു. അങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആളിപ്പോൾ ഓൾറെഡി ബെലീസിക്ക് പോവാണ്. അപ്പോൾ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. ആള് കുറേ ട്രക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കാറിലാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ ജസ്റ്റ് എമിഗ്രേഷനിൽ ചിലപ്പോൾ അഡ്രസ്സൊക്കെ ചോദിക്കും. അപ്പോൾ ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി. ഞാനിങ്ങനെ ഈ ചൂടത്ത് എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് കാരണം ഇപ്പോൾ ഇവിടെ ഒരു 11 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു. 8:30 മുതൽ 11 മണി വരെ ഞാൻ ഇവിടെ നിന്നിട്ട് 11 മണിക്ക് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ടയർഡായിരിക്കും. ആ ടൈമിൽ ഇരട്ടി ചൂടായിരിക്കും. അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. ഒരു എക്സ്ചേഞ്ചും തുറന്നിട്ടില്ല, ഒന്നുമില്ല എന്ന് ഓർത്തിട്ട്. ഇപ്പോഴാണൊന്ന് സമാധാനമായത്. അപ്പോൾ ക്യാഷ് സെറ്റായിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി സിമ്മ് കാര്യങ്ങളൊക്കെ എടുക്കണം. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്കോസ് ആണ്. ചീസ് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ബീഫ്, ഒരെണ്ണം ബീൻസ്, ഒരെണ്ണം ബീഫുമാണ്. അതിനുള്ളിൽ ചീസും ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്ത ഒരു സാധനമാണ് കേട്ടോ. ആളെന്താ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗ വാസ് ഇറ്റ്? ഗുഡ്. ഓക്കെ, ഇതാണ് കേട്ടോ അത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടാക്കോസ് കാണുന്നത്. എണ്ണയിൽ പൊരിച്ചെടുത്തതാണിത് മൊത്തത്തിൽ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവിടെ ആളുടെ വണ്ടിയാണത്. അത് മറ്റേ ചൂടായതുകൊണ്ട് മറ്റേ ഈ കറുത്ത കളറിലുള്ള ഇതുണ്ടല്ലോ, അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബെലീസിലെ വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിഫറെൻ്റ് ആയിരിക്കും. അത് പണി കഴിഞ്ഞിട്ട് വേണം ആളുടെ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വണ്ടി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതാ വേറൊരു വണ്ടി കണ്ടിട്ടുണ്ട്. ആള് വേൾഡ് ടൂറിലാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ മൊത്തം കറങ്ങുവാണ്. പക്ഷേ ഇവിടുന്ന് ഇനി ബെലീസ് പോയിട്ട് ബെലീസിൽ നിന്ന് ഗൊട്ടിമലയിൽ നിന്ന് പിന്നെ മെക്സിക്കോയിലേക്ക് തന്നെ പോവാണ്. വരാക്രൂസിൽ നിന്ന് ആൾ ഷിപ്പ് ചെയ്തിട്ട് കൊളംബിയയിലേക്ക് വണ്ടി വിടും. കാരണം കോസ്റ്റാറിക്കയിൽ ഇത് നമ്മൾ ഇന്ത്യയിലെ പോലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ കോസ്റ്റാറിക്കയിൽ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ആൾക്ക് ഈ കൺട്രീസൊക്കെ മിസ്സാക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. നമ്മൾ ഓൺ ദ വഴി ഇനി മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുമായിരുന്നു. ഹായ്, ഹൗ ആർ യു?
How's your trip going on? It's great. You're sweating. It's hot here. Yeah, too much. Like South Africa. Okay, nice to meet you. We'll meet again on the way. I hope so. Okay. Okay, thank you so much. Bye bye. ഞാനപ്പോൾ കാറിലാണ് ബോർഡർ ക്രോസ് ചെയ്യുന്നത്. മെക്സിക്കൻ ബോർഡർ എത്തി. ഇവിടെ നിന്ന് പാസ്പോർട്ട് കാണിച്ചു കൊടുത്ത് നെക്സ്റ്റ് ബെലീസിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. വെൽക്കം ടു ബെലീസ്. അതാണ് ഞാനപ്പോൾ ബെലീസിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ബെലീസിൻ്റെ ഫ്ലാഗും ബെലീസിന് എഴുതിയിട്ടും ഇവിടെ കാണാം. അപ്പോൾ കാറിലാണ് ഞാൻ എൻട്രി ചെയ്യുന്നത്. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സിറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് അവർ എവിടെ പോകുന്നത് എന്താണെന്ന് മാത്രം ചോദിച്ചു. ഇനിയിപ്പോൾ ഇമിഗ്രേഷനിൽ എന്താണ് ബെലീസിൽ ചോദിക്കാൻ പോണതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കയറട്ടെ. ഞാനിതാ ബെലീസിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അവരെൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുത്തു. നമുക്ക് ഫ്രീ വിസയാണ്, അങ്ങനെ പൈസ കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല. അത് US വിസ ഉള്ളതുകൊണ്ടാണ് നമുക്ക് 1 month 30 days വിസയാണ്. ഇത് ബെലീസ് എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ രാജ്യമാണ്. ഇപ്പോൾ കൊറോസൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഞാനിപ്പോൾ എൻട്രി ചെയ്തിട്ടുള്ളത്. ഇവിടെ 6 ഡിസ്ട്രിക്റ്റാണ് ഉള്ളത്. അടുത്ത ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ആ ഏരിയയിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. വളരെ ചെറിയ രാജ്യമാണ്. മെക്സിക്കോനൊക്കെ വെച്ച് നോക്കുമ്പോൾ മെക്സിക്കോൻ്റെ ഒരു ചെറിയ ടൗണിൻ്റെ അത്രയുള്ളൊരു മൊത്തത്തിലൊരു രാജ്യം. പിന്നെ എന്നോടിപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ബെലീസ് എന്ന് പറയുന്ന രാജ്യം കരീബിയൻ്റെ പാട്ടാണ്. ഇത് ആക്ച്വലി കിടക്കുന്നത് സെൻട്രൽ അമേരിക്കയിലാണെങ്കിലും ഇത് കരീബിയൻ്റെ പാട്ടാണെന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് നോട്ട് ലാറ്റിൻ. No, this is part of Caribbean. കരീബിയൻ കണ്ടോ, അങ്ങനെയാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നേരെ തിരിച്ചാണ് കേട്ടോ. സെൻട്രൽ അമേരിക്ക ആയിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 ലക്ഷം ആളുകളാണ് മൊത്തത്തിൽ ഈ ഒരു രാജ്യത്തുള്ളൂ. ചേറ്റുമല്ലിൽ നിന്ന സമയത്ത് 1 hour ഡിഫറൻസ് ഉണ്ടായിരുന്നു. 1 hour മുന്നിലേക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും മെക്സിക്കോ സിറ്റി പോലെ 1 hour പുറകിലേക്കായി. ബെലീസ് സിറ്റി എല്ലാം അതുപോലെ ഇവിടുത്തെ ടൈം ഒരു നാടായിട്ട് 11.5 മണിക്കൂർ ഡിഫറൻസ് ആണ് ബെലീസ് സിറ്റിയിൽ വരുന്നത്. പിന്നെ ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റ് ആണ്, ഓരോ സ്റ്റേറ്റ് പോലെ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളത് 6 ഡിസ്ട്രിക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ കൊറോസൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ കൊറോസൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൗൺ തന്നെയാണ് കൊറോസൽ ടൗൺ എന്ന് പറഞ്ഞാൽ. ആ ടൗണിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുവഴി അത് കണ്ടിട്ട് പോകാമെന്ന് ആൾ പറഞ്ഞു. ആൾക്ക് പോകുന്ന വഴി ബൈപ്പാസ് വഴിയാണ് പോകേണ്ടത്. പക്ഷെ ഞാനുള്ളതുകൊണ്ട് ഇതുവഴി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ബെലീസ് എന്ന് പറയുന്ന കൺട്രിയിൽ ബെലീസ് സിറ്റി ഉണ്ട്. ബെലീസ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റും ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഓറഞ്ച് വാക്ക് എന്ന് പറയുന്ന ടൗൺ ഉണ്ട്. ഓറഞ്ച് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിന്റെ പേരുമാണ്. കൊറോസൽ ടൗൺ ഇത് എവിടെയാണ് തുടങ്ങുന്നത്. വളരെ ചെറിയൊരു ടൗൺ ആണ്. പിന്നെ ആൾക്കാരാണെങ്കിലും വളരെ എന്താ പറയുക, കുറച്ച് വില്ലേജും അങ്ങനെയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ പോപ്പുലേഷൻ തന്നെ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് വീടുകളും ഉണ്ടാവുള്ളൂ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ കൃഷി കാണാൻ പറ്റും. ശരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു പോലെയാണ്. ക്ലൈമറ്റ് ആണെങ്കിലും നല്ല ചൂട്, ഹ്യൂമിഡിറ്റിയാണ്. മൗണ്ടൻ ഏരിയസിലൊക്കെയാണ്, അല്ലാത്ത ഏരിയയിലൊക്കെ ഭയങ്കര ചൂടാണ്. പിന്നെ കൂടുതലും കോസ്റ്റൽ ഏരിയ ആണല്ലോ, അതുകൊണ്ട് തേങ്ങയും അങ്ങനത്തെ ആ ഒരു ഇതായിരിക്കും ഉണ്ടാവുക. പിന്നെ ബെലീസ് എന്ന് പറയുന്ന രാജ്യം മെക്സിക്കോനേക്കാൾ പാവപ്പെട്ട രാജ്യമാണ്, പൂറായിട്ടുള്ള കൺട്രിയാണ്. ഞാൻ വിചാരിച്ചത് മെക്സിക്കോനെക്കാട്ടിലും ഡെവലപ്ഡ് ആണെന്നാണ്. പക്ഷേ മെക്സിക്കോനെക്കാട്ടിലും എക്സ്പെൻസീവ് ആണ്. മെക്സിക്കോയും ബെലീസ് എടുക്കുമ്പോൾ ബെലീസാണ് എക്സ്പെൻസീവ്. പക്ഷേ പൂർ കൺട്രി ബെലീസാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ഉണ്ട്. നല്ല ബ്ലൂ കളറിൽ ഭയങ്കര രസമുള്ള ബീച്ചസ് ഒക്കെ ഉണ്ട്. ചൂടായതുകൊണ്ടാണ് പിന്നെ ഞാൻ ബീച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പിന്നെ പോകാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ചൈനീസ് ഉണ്ട്, ഇന്ത്യൻസ് ആണെങ്കിലും ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, എന്തായാലും നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ചു കവ് കഴിക്കുമോ, ദൈവമല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഫുഡാണ്, ദൈവമല്ല. എന്നോ ഇന്ത്യയിൽ തന്നെ പല കൾച്ചറുണ്ട്, ഓരോ നാട്ടിലെ ആൾക്കാർ ഓരോ പോലെയാണ്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഇത് വളരെ ചെറിയൊരു ടൗൺ ആണ് കേട്ടോ ഈ കൊറോസൽ എന്ന് പറയുന്ന. നമുക്ക് ഇത് ബിൽഡിങ്ങുകളാണെങ്കിൽ ഒരുപാട് വലുതൊന്നുമല്ല, കാണുമ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. പെട്ടെന്ന് അവിടെ നിന്ന് ആ ഒരു രാജ്യത്ത് നിന്ന് ഈ ഒരു രാജ്യത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു പൂറാന്നുള്ളതിൻ്റെ ഒരു ഫീലുണ്ട്. കാരണം ചേറ്റുമൽ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഭയങ്കര മെഗ്ഡി ആയാലും അതൊക്കെ ഭയങ്കര വലിയ വലിയ ബിൽഡിങ്സ് ആയിരുന്നു. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്സാണ്. ഞാൻ കൊറോസലിന്റെ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. അതായത് ഇവിടുത്തെ എല്ലാ ബീച്ചിന്റെയും വെള്ളത്തിന്റെ കളർ ഗ്രീൻ ആണ്. ആക്ച്വലി എനിക്ക് അറിയില്ല വീഡിയോയിൽ എന്ത് കളറാണ് കാണുന്നതെന്നുള്ളത്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറും ആണ് കേട്ടോ. ഇവിടെ എല്ലാം കോറൽസ് എല്ലാം കാണുന്നത്. അവിടെ പിള്ളേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്.
നമുക്ക് ഈ ബെലീസ് എന്ന് പറയുന്ന കൺട്രി ആക്ച്വലി എല്ലാവരും ആഫ്രിക്കൻസ് ആണെങ്കിലും ഒരുപാട് ആളുകൾ പുറത്തുള്ള ഫോറിനേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് കേട്ടോ. വേവ്സ് നമുക്ക് ഭയങ്കര രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ, നല്ല അടിക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുണ്ട്, പക്ഷെ ഈ ബീച്ചിന്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് കാറ്റുള്ളത് കൊണ്ട് അത് അറിയുന്നേ ഇല്ല. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല രസമുള്ള ബീച്ച്. എനിക്കിപ്പോ ബീച്ചിലൊക്കെ പോവാനും നിൽക്കാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ചൂട് ആലോചിക്കുമ്പോഴാണ്. പക്ഷെ ഇത്രയും കാറ്റ് രാത്രി ഉണ്ടെങ്കിൽ ടെന്റ് അടിച്ച് നിന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ മുടി പറക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് അറിയാട്ടോ അവിടെ എന്തോരം കാറ്റുണ്ടെന്ന്. കാറ്റ് പോലെ തന്നെ വേവ്സും അടിക്കുന്നത്, ഭയങ്കര അടിപൊളി. നല്ല ഉപ്പാറ്റ് അടിക്കുന്നത്, പക്ഷെ നല്ല എക്സ്ട്രീം കാറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഞാനിത് അവിടെ ഒരു പാർക്കും ബീച്ചൊക്കെ ഉണ്ട്, അതുവഴി നടന്നു പോയിട്ട് ആളെൻ്റെ അടുത്ത് പറഞ്ഞു സമയം എടുത്ത് കണ്ടിട്ട് പോയാൽ മതി, എന്നെ കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നൊക്കെ പറഞ്ഞു. ഭയങ്കര രസമുള്ള, എൻ്റെ ബാക്കിൽ കണ്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായി രസമുള്ള ബീച്ചാന്നൊക്കെ, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര അടിപൊളി, ഭയങ്കര രസമുണ്ട്. ശരിക്കും ബീച്ചിൽ അങ്ങനെ ഇറങ്ങി പോകുന്നത് നോക്കൂ, ശരിക്കും വീഡിയോയിൽ അറിയാൻ പറ്റുന്നില്ല കേട്ടോ അതിന്റെ കളറൊന്നും. ഇവിടെ നോക്കി ശരിക്കും നല്ല രസാ. നേരെ ഇറങ്ങിച്ചല്ല, അവിടേക്കൊക്കെ പക്ഷെ ആഴമുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരും അങ്ങനെ ഒരു ഇത് വെച്ചിട്ടൊന്നുമില്ല, ബോർഡർ പോലൊന്നും വെച്ചിട്ടില്ല, കാരണം അവിടെ ഡീപ്പായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നല്ല രസമുള്ള ഇത്. നോക്കുന്നേ അവിടെയൊക്കെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു പിള്ളേരാണ് അവിടെ മൊത്തം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. എനിക്കറിയില്ല അത് എത്രത്തോളം ആഴമുണ്ടെന്ന്. പക്ഷെ ഗ്രീൻ കളർ ബീച്ചാണ്, ശരിക്കും ഗ്രീനാണ്, നല്ല ഗ്രീൻ ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ. ഇവിടെ വേറെ ഉള്ള സ്ഥലത്തൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ബീച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ബെലീസ് അടിപൊളിയാണ്, ബീച്ചസ് മാത്രമാണ് ഫുള്ളുള്ളത്. ആ ഗ്രീൻ കളർ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ, പക്ഷെ നല്ല പോലത്തെ ഒരു ഗ്രീനാണ് ഇവിടെ. ശരിക്കും ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴൊക്കെയും ഗ്രീനാണ്, ചിലതൊക്കെ അടുത്തുനിന്ന് കാണുമ്പോഴല്ലേ ബ്ലൂ ആയിട്ടുണ്ടാവും, പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, ദൂരെ നിന്ന് തന്നെ ബ്ലൂ ആണ്. ബെലീസിലുള്ള എല്ലാ ബീച്ചസും ബ്ലൂ കളറും ഗ്രീൻ കളറും എന്നാണ് പറയുന്നത്. ഇവിടെ സംബേദ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളി ഐലൻഡ് ഉണ്ട്, അവിടേക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ടൂറിസ്റ്റിയാണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഭയങ്കര ബ്ലൂ ആയിട്ടുള്ള ഇത് കാണാമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഇവിടെ ശരിക്കും ഗ്രീൻ ആയിട്ടാണ് കാണുന്നത്, ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആയിട്ടുള്ള ബീച്ചസ് ആയിരിക്കും അവിടെ എന്ന് പറഞ്ഞു. ഐലൻഡ്സ് ആണ് കൂടുതൽ കാണാൻ അടിപൊളി എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു, പണ്ട് ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷ് ആയത്. സ്പാനിഷ് ഭരിച്ചിരുന്നെങ്കിൽ സ്പാനിഷ് ആയനെ. ഇപ്പോൾ ഞാൻ കെനിയയിലും ടാൻസാനിയയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് രാജ്യങ്ങൾ, അവിടെ ഒരുപാട് ഇന്ത്യൻസിനെ കാണാറുണ്ട്. അത് പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ അടിമകളാക്കിയിട്ട് ഇന്ത്യൻസിനെ കൊണ്ടുവന്നിട്ട് അവരവിടെ എത്തി അവിടുത്തെ ആൾക്കാരായി പോയി. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ആഫ്രിക്കൻസിനെ കാണുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻസിനെ അടിമകളാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ പിന്നീട് അവർ സ്വാതന്ത്ര്യം കിട്ടി, അത് പിന്നെ ബ്രിട്ടീഷ് അതിൽ നിന്നൊരു അവർക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം അവരിവിടെ സെറ്റിൽഡായി. അതായത് ടാൻസാനിയയിലും കെനിയയിലൊക്കെ ഇന്ത്യൻസ് അവിടെ ജനിച്ചു വളർന്ന എങ്ങനെയാ, അതുപോലെ ഇവിടെ ആഫ്രിക്കൻസ് ജനിച്ചു വളർന്ന് ഇവിടുത്തെ ആളുകളായി മാറി. അതാണ് എക്സാക്ട് സംഭവം. ഞാൻ അതാണ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത്. കാണുന്ന സമയത്ത് എല്ലാവരും ആഫ്രിക്കൻസാണ്. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ച സമയത്ത് ആണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു വിച്ച് ഡിസ്ട്രിക്ട് മോർ ഡാർക്ക് പീപ്പിൾ? No, Belize and you told me another. Dangriga. ബെലീസ് സിറ്റിയിലും ദാങ്ക്രിഗയിലും പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള, അതായത് ഡാർക്ക് സ്കിൻ ഇങ്ങനെ ആഫ്രിക്കൻസിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ലൈക്ക് വേറെ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇവിടുത്തെ റോഡൊക്കെ ശ്രദ്ധിച്ചോ നിങ്ങൾ? രണ്ട് സൈഡിലും കൃഷിയും ഇങ്ങനത്തെ റോഡാണ്. അതായത് ഒരു വൺ വേ ആണ്, വൺ വേ എന്ന് പറയാൻ പറ്റില്ല, ടൂ വേ ആണ്. ഒരു റോഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷെ മെക്സിക്കോയിലൊക്കെ ഭയങ്കര വലിയ ടോൾ റോഡും അങ്ങനെ ഭയങ്കര വലിയ റോഡ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ ഈ കാണുന്ന റോഡ് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള റോഡ്, ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഇതിൽ കൂടുതൽ വലിയ റോഡൊന്നും ഉണ്ടാവില്ല. മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യാനുള്ള ചാൻസ് നല്ലതുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ കൃഷി കാണുന്നുണ്ട്, അത് മൊത്തം എന്താ പറയുക, ഷുഗർ കെയിൻ ആണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഷുഗർ കെയിൻ്റെ കൃഷി മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന മണ്ണ് കണ്ടോ? മണ്ണിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ? വൈറ്റ് കളറാണ്. ഇവിടെ റെഡ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഏരിയയിൽ മൊത്തം കാണുന്ന
വൈറ്റ് കളറാണ്, ശരിക്കും സാൻഡ് ഉണ്ടല്ലോ, മണൽ പോലെ ഇരിക്കും കാണാൻ, പക്ഷെ മണ്ണാണ് കണ്ടോ. വൈറ്റ് കളറിൽ നമുക്ക് എവിടെ നോക്കിയാലും വൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യം അതാണ്. പെട്ടെന്ന് മാറി, പിന്നെ വീടുകളുടെ ലുക്കൊക്കെ മാറി, ചെറിയ ചെറിയ വീടുകളായി. പിന്നെ ഗ്രാമങ്ങളാണെങ്കിലും വളരെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ നമുക്ക് കണ്ടോ. വീടുകളൊക്കെ കുടില് പോലെയുള്ളതാണ്, വലിയ വലിയ ബിൽഡിങ്സ് ഒന്നും ഇല്ല ഇവിടെ, ചെറിയ ചെറുതാ. ഇപ്പോൾ ബസ് അങ്ങനെ വലിയ വലിയ ബസ് അങ്ങനെയൊന്നും ഇല്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഭയങ്കര ചെറിയ രീതിയിലാണ് ഉള്ളത് കണ്ടോ. അങ്ങോട്ടൊക്കെ കൂടുതലും വില്ലേജ് ഏരിയാസ് ആണുള്ളത്. ഇതാണ് കേട്ടോ ബെലീസിലെ കോയിനാണ്, $1 ഇവിടെ ഡോളറാണ് കേട്ടോ വരുന്നത്. ഇത് എന്താ പറയുക, ക്യൂൻ എലിസബത്ത് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, ദ സെക്കൻഡ് എഴുതിയിട്ടുണ്ട്. $5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താങ്ക് യു ഓക്കെ ഇത് കിട്ടും. എന്താ പറയാ, കോക്കനട്ട് വാട്ടർ ഉണ്ടല്ലോ, $5 ഇതിന് വരുന്നത്. സോ ഹൗ മച്ച് US dollar is this? 250. Huh? $250 US. 250. $5. Remember, it exchanges 2 to 1. ഓക്കെ 250 എന്ന് പറഞ്ഞാൽ ലൈക്ക് 2.50 റൈറ്റ്. ഓക്കെ $2.5 വരുന്നത്. ശരിയാ. ഞാനിത് കുടിക്കാം കേട്ടോ, എൻ്റെ മുടുക്കത് ടേസ്റ്റ്. സാധാരണ കുടിക്കുന്ന സമയത്ത് കിട്ടാത്തൊരു ഫീല്, തണുത്ത് ജസ്റ്റ് അവർ കട്ട് ചെയ്ത് ഒരു കുപ്പിയിലാക്കി തരുന്നതാണ് കേട്ടോ. ഭയങ്കര റിഫ്രഷിങ്. ഇത്രയും ചൂടിൻ്റെ ഇടയിൽ കുടിക്കുന്നതുകൊണ്ടാണോന്നറിയില്ല, ഭയങ്കര അടിപൊളി ടേസ്റ്റ്. ഓക്കെ താങ്ക് യു സോ മച്ച്, ബൈ ബൈ. ഓക്കെ, ഇപ്പം ഞാനിതാ ഓറഞ്ച് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു മെയിൻ ടൗണിൽ സെൻറ്ററിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് എനിക്ക് പോയിട്ട് സിം കാർഡ് എടുക്കണം. ഇവിടെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്മും ഉണ്ട്, DGCell എന്ന് പറഞ്ഞിട്ടുള്ള സിം കാർഡുണ്ട്. ഇത് രണ്ടുമാണ് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നെറ്റ്വർക്ക് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ സ്മാർട്ടാണ് കുറച്ചും കൂടെ ചീപ്പ്, DGCell കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഒരു ടൂറിസ്റ്റിലേക്ക് ആയിട്ട് ഒരു 1 മന്തിനുള്ള സിം കാർഡ് ഉണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഇതാണ്, DGCell ആണ്. അപ്പം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ആദ്യം സിം എടുക്കണം, എന്നിട്ട് വേണം ബാക്കി എങ്ങോട്ടാണ് പോകണ്ടേ എന്ന് തീരുമാനിക്കുക. കാരണം സിം എടുത്താലാണ് പിന്നെ റൂട്ടും പിന്നെ പോകുന്ന വഴിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പാർക്കിൽ സ്മാർട്ടിൻ്റെ വക ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സിം എടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ശരിക്കും കേരളത്തിലൊരു ക്ലൈമറ്റാണ് തോന്നുന്നത്. എന്നാലും നേരത്തെ ഉണ്ടായതിനെക്കാട്ടിലും ചൂട് കുറവുണ്ട്. മെക്സിക്കോയിലൊന്നും ഉച്ച നേരത്ത് ഇങ്ങനെ നടക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലായിരിക്കും. ഇന്നിനി ക്ലൗഡി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നേരത്തേക്കാളും എത്രയോ ബെറ്ററാണ്, പക്ഷെ ചൂടുണ്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചൂട്. എനിക്ക് ശരിക്കും തോന്നുന്നത് കേരളത്തിലെ പോലത്തെ ചൂടാണ്. കാരണം കേരളത്തിൽ വെയിലൊന്ന് ഇങ്ങനെ കുറയുന്ന വെയിലില്ലാത്ത സമയത്ത് ആ ചൂട് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയറിൽ പോയിട്ടിരുന്നു. അപ്പോൾ ഇരുന്ന സമയത്ത് ഭയങ്കര അതൊക്കെ ഇങ്ങനെ പൊള്ളും, ഇങ്ങനെ ഓരോന്ന് തൊടുമ്പോൾ ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. അത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ സ്മാർട്ടിൻ്റെ വക ഫ്രീ വൈഫൈ ഉണ്ട്. ഞാൻ DGCellൻ്റെ ഷോപ്പാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് DGCellൻ്റെ ഓഫീസ്. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ക്ലോസ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ട് സിം എടുക്കാൻ. അവർക്ക് ടൂറിസ്റ്റിൻ്റെ ഒരു ഇതുള്ളത് DGCellൻ്റെ ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ച സമയത്ത് ഓക്കെ ഫൈൻ യാ ഗോ. ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് എന്ത് ഈസിയാണെന്ന് അറിയോ, ഭയങ്കര സന്തോഷം എനിക്കതിൽ. ഇവിടുന്ന് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ആൾക്കാർ ജീവിക്കുന്ന ഒരു വില്ലേജ് ഉണ്ട്. മെനോനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചറാണോ ട്രൈബാണോ എന്താണെന്ന് എക്സാക്റ്റ് അറിയില്ല. മെനോനൈറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. കറക്റ്റ് അങ്ങോട്ടല്ല, എന്നാൽ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. പോകുന്നുണ്ടോ, അത് മൊത്തം ഷുഗർ കെയിൻ ആണ്. ഇവിടെ ഷുഗർ കെയിൻ്റെ ജ്യൂസും ഇല്ല, ഷുഗർ കെയിൻ പച്ചയ്ക്ക് കഴിക്കുന്നുമില്ല കേട്ടോ. അതാണ് എനിക്ക് വിഷമം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഷുഗർ കെയിൻ. പക്ഷെ ഇവിടെ അവർ വേറെ സ്ഥലത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ഫാക്ടറി അങ്ങനെയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് അവരത് കഴിക്കുന്നില്ല കേട്ടോ. ഓഫ് റോഡാണ് മൊത്തം. ഇനി അങ്ങോട്ട് റോഡൊന്നുമില്ല പ്രോപ്പറായിട്ട്. ഇങ്ങനെ മൊത്തം ഇതാണ് 2 സൈഡും. പിന്നെ പച്ചപ്പൊക്കെ ഉണ്ട്. ശരിക്കും കേരളം പോലെ തന്നെയാണുള്ളത്. ആ ഒരു വീടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലും കുതിരവണ്ടിയാണ്.
ഉള്ളത് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ കുതിരവണ്ടിയാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് ഈ വണ്ടിയിൽ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഇവിടെ ആക്ച്വലി ഇതേ ഇവിടുത്തെ റോഡ് കണ്ടോ, വെള്ള കളറിലാണ്. റോഡൊന്നുമില്ല, ഫുൾ ഓഫ് റോഡാണ്, കൂടുതൽ ചൂടാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ കുതിരയിലാണ് പോകുന്നതും കുതിരവണ്ടിയൊക്കെയാണ്. വേറെ ടൈപ്പ് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഡ്രസ്സിങ് ആണെങ്കിൽ എല്ലാം അതെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. സോ അടുത്ത എപ്പിസോഡ് മിസ്സാക്കാണ്ട് കാണണം. എന്താ പറയുക, ആരും ബെലിസ് ഇതുവരെ വന്ന് അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ മലയാളത്തിലാണെങ്കിൽ പോലും വേറെ വ്ളോഗൊന്നുമില്ല. നിങ്ങൾക്ക് ബെലിസിലെ മലയാളം വ്ളോഗിന് സെർച്ച് ചെയ്താൽ കാണാം. അങ്ങനെ വ്ളോഗൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് കോസ്റ്റൽ ഏരിയയിൽ ബീച്ചിലായിട്ടുള്ള ഇതായിരിക്കും. അല്ലാതെ വില്ലേജസോ കൂടുതൽ ഡീപ്പായിട്ട് ആരും പോയിട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടും വീഡിയോ എടുത്തിട്ടും ഇല്ല. സോ ബെലിസിലെ വിശേഷങ്ങൾ കാണാനായിട്ട് എന്തായാലും അടുത്ത എപ്പിസോഡെല്ലാം കണ്ടിന്യൂസ്ലി കാണും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.